അങ്ങനെ 2 ദിവസത്തെ പുൽകാവാസത്തിന് ശേഷം നമ്മൾ ഇവിടുന്ന് നേരെ പോവുകയാണ്. മറ്റെങ്ങോട്ടേക്കുമല്ല, കശ്മീർ. ഇനി കശ്മീറാണ് നമ്മുടെ ലക്ഷ്യം. പുൽഗയിലേക്ക് നമ്മൾ എങ്ങനെ വന്നോ അതേപോലെ നടന്നിട്ട് വേണം നമുക്ക് ബർഷേനിയിലെത്താൻ. ബർഷേനിയിൽ നിന്ന് ബസ്സോ അല്ലെങ്കിൽ ഷെയർ ടാക്സിയോ പിടിച്ചിട്ട് അവിടുന്ന് മണാലി പോയി മണാലിയിൽ നിന്ന് വേണം നമുക്ക് കശ്മീരിലോട്ടുള്ള ബസ് കിട്ടാൻ. രാവിലെ 6 മണിക്ക് ഇറങ്ങിയുള്ള നടപ്പാണ്. കൊടും തണുപ്പായിരുന്നു. വന്ന സമയം കണ്ട അതേ കാഴ്ചകൾ തന്നെ, പക്ഷേ ഈ കാഴ്ചകളൊക്കെ ഒരു രക്ഷയില്ലാത്തതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കരുതിയത് ബ്രെഡും ജാമുമാണ്. അല്ലാതെ മറ്റൊന്നും ഇവിടെ നമുക്ക് അഫോർഡബിളായിട്ട് കഴിക്കാൻ പറ്റില്ല. എല്ലാത്തിനും നല്ല റേറ്റാണ്. നമ്മളാണെങ്കിൽ ബജറ്റ് എത്ര ചുരുക്കാൻ പറ്റുമോ അത്രത്തോളം ചുരുക്കിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. നടന്ന് ബർഷേനിലെത്തിയപ്പോൾ അവിടുന്ന് ബസ്സില്ല. പിന്നെ ഒരു ഷെയർ ടാക്സി വിളിച്ച് പെർ ഹെഡ് 150 രൂപ വിലപേശി വാങ്ങിയിട്ടാണ് നമ്മൾ ഈ കാറിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നേരെ മണികരനിലോട്ട്. പോകുന്ന വഴിക്ക് നമുക്ക് എങ്ങനെ നോക്കിയാലും ചെമ്മരിയാടുകളെ കാണാൻ പറ്റും. ഒരു ചെമ്മരിയാടിൻ്റെ കൂട്ടം നമ്മുടെ കാറിന് വന്ന് വട്ടിട്ടിരിക്കുകയാണ്. വട്ടട്ടത്തൊന്നുമല്ല, അവറ്റകൾ നടന്നു പോവുകയാണ്. ഈ ചെമ്മരിയാടിൻ്റെ തൊലിയിൽ നിന്നൊക്കെയാണ് ഇവർക്ക് ഉപജീവനത്തിനുള്ള വരുമാനം ലഭിക്കുന്നത്. ഈ കൂട്ടത്തിൽ തന്നെ ഒരു 3-4 കുതിരകളുണ്ട്. ഇവർ നയിച്ചുകൊണ്ട് പോകുന്ന യജമാനന്മാർക്ക് കാല് കഴിക്കുമ്പം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഈ ബ്ലോക്കിൽ നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിലും മനുഷ്യന്മാരുണ്ടാക്കുന്ന ബ്ലോക്കിൽ വെയിറ്റ് ചെയ്ത് മാത്രമാണ് ഞങ്ങൾക്ക് ശീലമുള്ളത്. ഇപ്പോൾ ദേ മൃഗങ്ങൾ ഉണ്ടാക്കുന്ന ബ്ലോക്കിലും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇതിലൊരു രസമുണ്ട്. ഈ ഹോണടിയും തെറിവിളിയൊന്നും കേൾക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അങ്ങനെ കുലുങ്ങി പോവുകയാണ്. ഇവിടത്തേക്കുള്ള റോഡ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും മോശമാണ്. ഡാബുകളൊക്കെ പതിയെ ഓണായിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് മോശമാവാൻ കാരണം മറ്റൊന്നുമല്ല, ഇവിടുത്തെ ഭൂപ്രകൃതി തന്നെയാണ്. റോഡ് ഉണ്ടാക്കും, ഒലിച്ചു പോകും, വീണ്ടും ഉണ്ടാക്കും, അത് ഒലിച്ചു പോകും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് ഇവിടെ. അതായത് നല്ല മരങ്ങൾ, അരുവികൾ, നല്ല ഫ്രഷ് എയർ. യാത്ര തുടരുകയാണ് നേരെ കശ്മീരിലോട്ട്. അപ്പോൾ ഓക്കെ, ബൈ.